വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ റമദാൻ ഡേ 5ൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടോക്കുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇന്നത്തെ ദിവസം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. രാവിലെ തൊട്ടേ ഇങ്ങനെ ആകാശമൊക്കെ മൂടിക്കെട്ടി കിടക്കുമായിരുന്നു. ഇപ്പം മഴ പെയ്യും എന്നുള്ള രീതിയിൽ രാവിലെ ഒരു 10 മണി 11 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മഴയൊക്കെ ചാറി തുടങ്ങി. ചെറിയൊരു കാറ്റും മഴയും നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഈ ഒരു ക്ലൈമറ്റിൽ നോമ്പൊക്കെ പിടിക്കാൻ നല്ല രസമാണ്. ക്ഷീണവും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. ഇവിടെ ഒരാൾ ഉള്ള ടോയ്സ് എല്ലാം പൊട്ടിച്ചിട്ട് പുതിയ ടോയ്സ് വാങ്ങിക്കണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അപ്പം മിക്കുവാണെങ്കിൽ എൻ്റെ അടുത്ത് നമ്മൾ എത്ര ടോയ്സ് വാങ്ങിച്ചു കൊടുത്താലും ആൾ ഒരു അരമണിക്കൂർ അങ്ങനെ തന്നെ ഇരിക്കും. കുറച്ച് നേരത്തേക്ക് അങ്ങനെ തന്നെ ഇരിക്കും. നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് മൊത്തം അഴിച്ച് പണിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കണം. ഇപ്പം തന്നെ കണ്ടില്ലേ, ഇക്കു അവിടെ ഒരു കാറിൻ്റെ അടിവശം മൊത്തം പൊട്ടിച്ച് അത് പുറത്ത് കൊണ്ടുപോയി ഇങ്ങനെ ഇടിച്ചും ഓടിച്ചും എറിഞ്ഞൊക്കെ കളിക്കും. അങ്ങനെ പൊട്ടിപ്പോകുന്നതാണ്. അപ്പോൾ അത് ഫെവിക്വിക്ക് വാങ്ങിച്ചിട്ട് വന്നിട്ട് അത് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം കൊണ്ട് വേറൊരു ടോയ്സ് എടുത്തിട്ട് വന്നിട്ട് അത് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്, ഊരിയെടുക്കുകയാണ്. വാപ്പ അപ്പുറത്ത് ഒട്ടിച്ചു കൊടുക്കുന്നു, മോനിപ്പുറത്ത് ഇളക്കി എടുക്കുന്നു. അപ്പോൾ രണ്ടുപേരും കൂടെ ടോയ്സ് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഫിഷ് ടാങ്കൊക്കെ ക്ലീൻ ചെയ്യേണ്ട ടൈമായിട്ടോ. നോമ്പിന് മുന്നേ ഫിഷ് ടാങ്കൊക്കെ ക്ലീൻ ചെയ്തായിരുന്നു. പക്ഷെ പെട്ടെന്നാണല്ലോ ഈ ഫിഷ് ടാങ്ക് വൃത്തികേടാവുന്നത്. അപ്പം നമ്മളൊന്നാമത് ഇങ്ങനെയും കൂടെ നമ്മുടെ ഈ ടേബിളിൻ്റെ പുറത്തൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഈ അഴുക്ക് പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ ക്ലീൻ ചെയ്ത് നല്ല നീറ്റാക്കിക്കൊണ്ടേയിരിക്കണം. അപ്പം ഇക്കുവാണേലും ഇക്കുവാണ് കേട്ടോ അതൊക്കെ ചെയ്യുന്നത്. കാരണം അത്രയും ക്ലാസ്സും കാര്യങ്ങളൊക്കെയാണ്. അതുമല്ല, ഞാൻ ഈ ഫിഷ് ടാങ്കിൻ്റെ കാര്യങ്ങളൊന്നും നോക്കാറില്ല. അതിന് തീറ്റിയിട്ട് കൊടുക്കുന്നതും നോക്കുന്നതും കാര്യങ്ങളൊക്കെ ഇക്കുതന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരു 4 ഫിഷ് ടാങ്ക് ഉണ്ട്. അപ്പോൾ അത് ആ ബൗളിനകത്തുള്ളതുണ്ട്. ഇത് മറ്റേ സ്ക്വയർ പോലത്തെ ഒരു ഫിഷ് ടാങ്ക് ഉണ്ട്. അതിനകത്ത് കിടന്ന കേട്ടോ. അതിനകത്ത് കുറേ മീനുകളുണ്ടായിരുന്നു, പക്ഷേ എല്ലാം ചത്തുപോകുന്നുണ്ട്. എന്താണോ എന്തോ ചില ചൂടൊക്കെ കൂടുന്ന സമയത്ത് ചത്തുപോകും. നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും എല്ലാം ചത്തു പോവാണ്. നമ്മൾ പിന്നെയും കുറേയൊക്കെ വാങ്ങിച്ചുകൊണ്ടിടും. ഇതൊക്കെ തന്നെ. ഇതിപ്പോൾ കുറേ നാളുകൊണ്ട് കുഴപ്പമില്ലാതെ കിടക്കുന്നു. അതിനകത്ത് നമ്മൾ ഡെക്കറേഷന് കുറേ ഐറ്റംസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബബിൾസും കുറേ പുല്ലുകളും അതും ഇതുമൊക്കെ ചെടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ പെട്ടെന്ന് അത് ഫംഗസ് പിടിച്ചിട്ട് ഈ മീനെല്ലാം ചത്തു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ടാങ്കിൽ ഫുള്ള് നമ്മൾ ബബിൾസ് ആയിക്കോട്ടെ ചെടികളും എല്ലാം മാറ്റിയിട്ട് ആ ഒരു മീനെ മാത്രം ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ഇരിക്കുന്നു. പിന്നെ ഈ ഒരു മീനെ കണ്ടോ, ഈ ഒരു മീന് മറ്റ് മീനുകളുടെ കൂടെ കിടന്നിട്ട് ഈ മീനാണെങ്കിൽ മറ്റ് മീനെ എല്ലാം കൊത്തി അതിൻ്റെ വാലെല്ലാം ചീത്തയാക്കുക. അതുകൊണ്ട് ഈ ഒരു മീനെ ഞാൻ ചെടി ഇട്ടേക്കുന്ന ചെറിയൊരു ഗ്ലാസ് ഉണ്ട്, അതിനകത്ത് കൊണ്ടിട്ടേക്കുക. അതുകൊണ്ട് അവനിപ്പോൾ ഒറ്റയ്ക്കാണ് കേട്ടോ വളരുന്നത്. അതുകൊണ്ട് ഒരു ശല്യമില്ല, മറ്റ് മീനുകൾക്ക് സ്വസ്ഥതയുണ്ട്. പിന്നെ ഒരു ഫൈറ്റർ ഉണ്ട്, അതിനെയും സെപ്പറേറ്റ് ഇട്ടേക്കുക. ഫൈറ്ററിനെ എന്തായാലും സെപ്പറേറ്റല്ലേ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ വേറൊരു കുഞ്ഞ് ഗ്ലാസ്സിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആണെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ നല്ല വിടർന്ന വാലായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞ് അതിൻ്റെ വാലിന് എന്തോ സംഭവിച്ചു പോയി. അതുകൊണ്ട് അതിൻ്റെ ആ സൈഡിലത്തെ വാല് കണ്ടോ, അതങ്ങോട്ട് വിടർത്തുന്നില്ല. ഇല്ലെങ്കിൽ നല്ല ഭംഗിയല്ലേ ഈ ഫൈറ്റർ വാല് വിടർത്തി നീന്തുന്ന കാണാനായിട്ട്. അപ്പോൾ അതാ കണ്ടോ, ആ സൈഡിലത്തെ വാല് മാത്രം എന്തോ പറ്റിയെന്ന് അറിയത്തില്ല. അപ്പോൾ അതാ നമ്മൾ ഫിഷ് ടാങ്ക് എല്ലാം ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെള്ളമൊക്കെ മാറ്റി അടിപൊളിയാക്കി. കാണാൻ തന്നെ ഇപ്പം നല്ല ഭംഗിയുണ്ടല്ലേ. കാരണം വെള്ളമെല്ലാം മാറ്റിയപ്പം അവർക്ക് തന്നെ എന്ത് സന്തോഷമായി കാണും. വെള്ളമൊക്കെ മാറ്റിയപ്പോൾ പെട്ടെന്ന് കേട്ടോ ഇതിൻ്റെ വെള്ളം എല്ലാം ചീത്തയാവുന്നത്. ഇങ്ങനെ ആഴ്ച ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കണം. പിന്നെ അപ്പം വെള്ളിയാഴ്ചയും ശനിയാഴ്ചയാണ് കേട്ടോ ഇക്കുവിന് ലീവുള്ളത്. അപ്പോൾ ഈ ദിവസങ്ങളിലാണ് ഇക്കു ഇതൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം സമയമുള്ളത് കൊണ്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്.
ഇന്ന് രാവിലെ തന്നെ ഇക്കു പറഞ്ഞു കേട്ടോ, വൈകുന്നേരം നോമ്പ് തുറന്നിട്ട് നമുക്ക് വേറെ പലഹാരങ്ങളൊന്നും വേണ്ട, എനിക്ക് ചീനിയും മീൻകറിയും മോര് കറിയും കഴിക്കാൻ ഭയങ്കരമായിട്ട് കൊതിയാവുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചീനിയും മീൻകറിയും മോര് കറിയും. ഇതുണ്ടായി കഴിഞ്ഞാൽ ഉച്ചയ്ക്കും കഴിക്കും, വൈകിട്ടും കഴിക്കും, രാത്രിയും കഴിക്കും. അങ്ങനെ നമ്മൾ ബിരിയാണി ഉണ്ടായി കഴിഞ്ഞാൽ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും രാത്രി കഴിക്കില്ല, അതേപോലെയാണ് കേട്ടോ ഈ ഒരു ചീനിയും മീൻകറിയും മോര് കറിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇന്ന് നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് കഴിക്കാനായിട്ട് ചൂര മീൻകറിയും പിന്നെ മോര് കറിയും ചീനി വേവിച്ചതാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ നോമ്പ് തുറക്കുമ്പോഴേ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് എന്തെങ്കിലും ഒരു കടി ഐറ്റം വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിന്ന് ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഈ ഒരു ഗ്ലാസിൻ്റെ അളവിന് 2 കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്, 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്, ഒരു അര കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് ഉപ്പും, ഒരു 2 ഏലയ്ക്ക ചതച്ചിട്ട്, പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിന് സോഡാപ്പൊടിയും, ഒരു 2 ടേബിൾ സ്പൂൺ അളവിന് പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി കിടന്ന് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ലൂസാക്കരുത്, എന്നാൽ ഒരുപാട് കട്ടിയും വേണ്ട, ഒരു ഇടത്തരം രീതിയിൽ ബാറ്റർ റെഡിയാക്കി എടുക്കുക. അപ്പം ഞാൻ 2-3 ഏത്തയ്ക്ക എടുത്തിട്ട് ഞാൻ നടുകെ കയറിയിട്ട് ഒരു ഏത്തയ്ക്കയുടെ പകുതി ഒരു 4 ആക്കിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ കട്ടിയാണെങ്കിൽ എനിക്ക് കഴിക്കാൻ അത്ര ഇഷ്ടമല്ല കേട്ടോ. ഒന്ന് നേരിതായിട്ട് അരിഞ്ഞ് നമ്മൾ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ്. അതുമല്ല, പിന്നെ ഈ ഏത്തയ്ക്ക നന്നായിട്ട് പഴുത്തതാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും കഴിക്കാനായിട്ട്. പുറമേ നോക്കിയപ്പോൾ നല്ല പഴുപ്പായിട്ടൊക്കെ ഇരുന്നു, പക്ഷേ നമ്മൾ ആ ഒരു ഏത്തയ്ക്കായ്ക്ക് നല്ല മധുരം ഉണ്ടായിരുന്നില്ല കേട്ടോ, മധുരം വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത്ര വലിയ എന്ന് വെച്ചാൽ ആ മാവിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ആ ഒരു മധുരം ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ഏത്തയ്ക്കാപ്പം അത്ര അങ്ങോട്ട് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നല്ല മധുരമുള്ള ഏത്തയ്ക്കായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു തന്നെ കേട്ടോ. ഇക്കൊരു ഭയങ്കര ഇഷ്ടമാണ് ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കിക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ നോമ്പൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ 2 ഏത്തയ്ക്കാപ്പത്തിൽ കൂടുതൽ കഴിക്കാൻ തോന്നില്ല. ചായയും ഫ്രൂട്ട്സും ഏത്തയ്ക്കാപ്പവും 2 ഏത്തയ്ക്കാപ്പവും കഴിച്ച് നമ്മുടെ വയറ് ഫുള്ളാവും. അപ്പോൾ പിന്നെ എന്തായാലും അധികം ആവും. എന്നാലും ഞാൻ നമുക്ക് കഴിക്കാനായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ രാത്രി വരെ സമയമുണ്ട്, ഇടയത്താഴത്തിന് സമയമുണ്ടല്ലോ, അപ്പം നമുക്ക് കഴിക്കാമല്ലോ. അപ്പം ഏത്തയ്ക്കാപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഏത്തയ്ക്ക എല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചേക്കുന്നത് ഈ ഒരു ബാറ്ററിൽ മുക്കി എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കാം. ഇത്രയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു ഏത്തയ്ക്ക 4 ആയിട്ടൊക്കെ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്, പകുതിയായിട്ടൊക്കെ മുറിച്ചിട്ട്. അപ്പോൾ നല്ല മധുരമുള്ളതായിരുന്നെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, പക്ഷേ അത്ര മധുരം ഇല്ലായിരുന്നു ഏത്തയ്ക്കായ്ക്ക്. അപ്പം നമ്മുടെ ഏത്തയ്ക്കാപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പം നോമ്പ് തുറക്കാനുള്ള ടൈമൊക്കെ ആയി വരുന്നു. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ട് ഏത്തയ്ക്കാപ്പവും കുറച്ച് ഫ്രൂട്ട്സും ജ്യൂസും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. ഇന്നിപ്പോൾ കട്ടൻ ചായ ആണ് കേട്ടോ കുടിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കട്ടൻ ചായയാണ് കുടിക്കാറുള്ളത്. നല്ല മസാല തേയിലപ്പൊടി ഉണ്ടല്ലോ, അത് ഇട്ടിട്ട് കട്ടൻ ചായ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കുടിക്കാനായിട്ട്. ആ ഇഞ്ചി ഗ്രാമ്പു കുറേ ആ ഒരു ഫ്ലേവറൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കട്ടൻ ചായക്ക്. അപ്പോൾ നെയ്യാങ്കുട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കട്ടൻ ചായ. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഉള്ളൂ ചായയുടെ കൂടി. നമുക്ക് ചായ കുടിക്കാൻ തോന്നുമ്പോൾ ചായ കുടിക്കും, കട്ടൻ ചായ കുടിക്കാൻ തോന്നുമ്പോൾ കട്ടൻ ചായ കുടിക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം അൽഹംദുലില്ലാ അങ്ങനെ നമ്മുടെ 5ാമത്തെ നോമ്പ് കഴിഞ്ഞിരിക്കുകയാണ്. അൽഹംദുലില്ലാ എല്ലാം നല്ല രീതിയിലൊക്കെ കഴിഞ്ഞു, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഇന്നത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ നോമ്പൊക്കെ തുറന്നു. അപ്പം നിസ്കാരവും മോദലും എല്ലാം കഴിഞ്ഞ് നമ്മൾ കിടക്കുന്നതിന് മുന്നേ ആണ് കേട്ടോ ചീനിയും മീൻകറിയും മോരുകറിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു ചീനിയും മീൻകറിയും മോരുകറിയൊക്കെ കഴിക്കാനായിട്ട്. ഒരുപാടൊന്നും കഴിച്ചില്ല, ശകലം. ഇതിപ്പോൾ ഇത്ര ഇട്ട് കണ്ടില്ലേ, ഇത്രയാണ് കേട്ടോ. ഞങ്ങൾ ഈ ഒരു പ്ലേറ്റിലാണ് ഞാനും ഉപ്പും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾക്ക് 2 പേർക്ക് കൂടാണ് കേട്ടോ ഈ എടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. മീനും നല്ല മീനായിരുന്നതുകൊണ്ട് കറിയും എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം പുതിയൊരു വീഡിയോയിലൂടെ കാണാം ഇൻഷാ അല്ലാ. അപ്പം ടാറ്റാ, ടേക്ക് കെയർ, ബൈ ബൈ, സീ യു സൂൺ.